നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം. എന്നത്തെയും പോലെ തന്നെ വിഘ്നങ്ങൾ തീർക്കുന്ന വിഘ്നേശ്വരനെയും ഭഗവാന്റെ അഷ്ടാനാമങ്ങളും ദ്വാദശനാമ മന്ത്രങ്ങളും കൂടി നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വൈശാഖ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏപ്രിൽ, അതായത് മിനിഞ്ഞാന്ന് 28-ന് വൈശാഖ മാസം തുടങ്ങി. ഈ പുണ്യമാസത്തിൽ ഗീത പറയാൻ സാധിച്ചതിൽ ഭഗവാന് നന്ദി പറയുന്നു. മാധവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് വൈശാഖം. അതുകൊണ്ട് വൈശാഖ മാസത്തെ മാധവ മാസം എന്നും പറയും. ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത? ഇന്നത്തെ ശുക്ലപക്ഷ തൃതീയയിലാണ് അക്ഷയ തൃതീയ വരുന്നത്. അപ്പൊ ഇന്ന് അക്ഷയ തൃതീയയിൽ നിന്ന് നമുക്ക് ഗീത പറയാൻ സാധിച്ചതില് വളരെ സന്തോഷം, കൃതജ്ഞത ഭഗവാനോട് രേഖപ്പെടുത്താണ് നമ്മള്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് 4-ാം അധ്യായമായ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായമായ ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിലെ 6 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ തവണയും എല്ലാവർക്കും ഗീത വളരെ ഇഷ്ടപ്പെട്ടു, സിമ്പിളായി പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞതിലും കേട്ടതിലും അഭിപ്രായങ്ങൾ പറഞ്ഞതിലും വളരെ സന്തോഷം. എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറയുക ഞാൻ എപ്പോഴും ഒരു എപ്പിസോഡിൽ പറയാറില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. കാരണം ഗീത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. ആ ഗീത ലോകം മുഴുവൻ എത്തട്ടെ, ഓരോ കുട്ടികളിലും കുടുംബങ്ങളിലും എത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുന്നത് ചെയ്യാം, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക. അപ്പൊ അത് ഓരോരുത്തർ നിങ്ങളുടെ തന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ചിലപ്പോ 1-2 പേര് കണ്ടാലും കൂടി സന്തോഷല്ലേ. അങ്ങനെയാണ് നമുക്ക് ഈ കലിയുഗത്തിൽ നമ്മുടെ ധർമ്മം, ഹിന്ദുക്കളായ നമുക്ക് ഓരോരുത്തരും ചെയ്യാൻ പറ്റുന്ന ഓരോ ധർമ്മങ്ങളുണ്ട്. അപ്പൊ പ്രചരിപ്പിക്കാൻ പറ്റുന്നിടത്തോളം പ്രചരിപ്പിക്കാൻ നിങ്ങൾ ഒരു ഭാഗവാക്കാവണം. അപ്പോ നമ്മൾ കഴിഞ്ഞ ശ്ലോകം, കഴിഞ്ഞ അധ്യായത്തിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 6-ാമത്തെ ശ്ലോകം എന്തായിരുന്നു? ഭഗവാനോട് അർജുനൻ ചോദിച്ചു, സൂര്യന് പറഞ്ഞു കൊടുത്തു അങ്ങ് ഇതെന്ന് പറയുന്നു. അപ്പൊ സൂര്യൻ എത്രയോ കാലം മുമ്പ് ഉണ്ടായി, നമ്മൾ ഇപ്പോഴല്ലേ ജനിച്ചത് എന്ന് അർജുനൻ പറയുകയാണ്. അപ്പൊ അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ജന്മം എടുത്തത്, ഞാൻ അതിനു മുമ്പേ ഉണ്ടായിരുന്നു അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇനി 7-ാമത്തെയും 8-ാമത്തെയും ഈ 4-ാമത്തെ അധ്യായത്തിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ ഈ 7-ാമത്തെയും 8-ാമത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ശ്ലോകമാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 7-ാമത്തെ ശ്ലോകത്തോടുകൂടി തുടങ്ങാണ്. അർജുനനോട് ഭഗവാൻ പറയുന്നത് തന്നെയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഭഗവാൻ അർജുനന്റെ ഓരോ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹേ ഭാരത, ഭാരതത്തിൽ ജനിച്ചവൻ അല്ലേ, ഭരതപുത്രനാണ് അല്ല. അപ്പോ ഹേല്ലയോ ഭാരത, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ. ധർമ്മത്തിന് തളർച്ച, അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുക. എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ എന്നെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അർജുനന്റെ സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ 7-ാമത്തെ ശ്ലോകം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. എന്താണ്? അല്ലയോ അർജുന, എപ്പോഴെല്ലാം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നു, ച്യുതി എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം നശിച്ചു പോകുന്നു, അധർമ്മം ലോകത്ത് ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന കാലഘട്ടത്തിലൂടെ, ഈ കാലഘട്ടത്തിൽ അധർമ്മമാണല്ലോ കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെയുള്ള അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാകുമ്പോൾ അപ്പോൾ എല്ലാം ഞാൻ എന്നെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. എന്താ സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ ഉണ്ടാവും എന്നാണ് അതിന്റെ ഇന്റേണൽ മീനിങ്. 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതിന്റെ തുടർച്ചയായിട്ട് അർജുനനോട് പറഞ്ഞു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്താണ്? പരിത്രാണായ സാധൂനാം, സന്മാർഗത്തിൽ ചരിക്കുന്നവരുടെ. ഇപ്പൊ എന്തൊക്കെ നമ്മൾ പറയും, പാപികള് കൂടി വന്നു, പാപം കൂടുതലാണ് കലിയുഗത്തില് പറഞ്ഞല്ലോ, എങ്കിലും നന്മ പറ്റാത്ത കുറച്ചു പേരൊക്കെ ഉണ്ട് കലിയുഗത്തില്. ആ നന്മയുടെ അംശം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയാണ്, സന്മാർഗത്തിൽ ചരിക്കുന്നവരെ സംരക്ഷിക്കാനും, അതാണ് പരിത്രാണായ സാധൂന വിനാശായ ദുഷ്കൃതാം. എന്താ? ദുഷ്മാർഗത്തിൽ ദുഷ്കർമ്മത്തിലൂടെ ചരിക്കുന്നവരുടെ അവരെ നശിപ്പിക്കാനും, പിന്നെന്താ? ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തെ ലോകത്തിൽ നിലനിർത്താനും യുഗം തോറും ഞാൻ ജന്മമെടുക്കുന്നു അർജുന എന്ന് 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആരൊക്കെ സന്മാർഗത്തിൽ ചരിക്കുന്നു ഞാൻ അവരെ രക്ഷിക്കും, ആരെല്ലാം ദുർമാർഗത്തിൽ ചരിക്കുന്നു അവരെ ഞാൻ നശിപ്പിക്കും. പിന്നെന്താണ്? ഈ ലോകത്തിൽ നിലനിർത്താൻ വേണ്ടി അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ഞാൻ ഓരോ യുഗം തോറും ഞാൻ ഉണ്ടാവും അർജുനനോട് പറഞ്ഞു കൊടുത്തു ഭഗവാൻ. 9ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വീണ്ടും പറഞ്ഞു, ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. എന്താ പറയണത് 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ? അല്ലയോ അർജുന, ജന്മകർമ്മ ച മേ ദിവ്യം, എന്റെ ദിവ്യമായ ജന്മവും കർമ്മവും ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നു എന്നുള്ളത് അർജുനന് അപ്പോഴാണ് മനസ്സിലായത്. അതുവരെ അർജുനൻ ഭഗവാൻ എന്താണ്? തന്റെ അമ്മാമന്റെ മകനായിട്ടും തന്റെ കൂട്ടുകാരനായിട്ടും തന്റെ എന്താ പറയുക സഖാവായിട്ടും അല്ലെ കൂടെ നടക്കുന്നവനായിട്ടും എല്ലാം കൊണ്ടും അങ്ങനെ വിചാരിച്ചു. ഭഗവാനെ ഇത്രയും ജന്മങ്ങൾ ഭഗവാൻ ഓരോ ജന്മത്തിലും ഓരോ അവതാരം എടുത്തു എന്നുള്ളത് ഇപ്പോഴൊക്കെയാണ് അർജുനന് മനസ്സിലാവുന്നത്. അപ്പൊ പറഞ്ഞു കൊടുത്തു, ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ ഭവത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. എന്താണ്? അല്ലയോ അർജുന, എന്റെ ദിവ്യമായ ജന്മവും കർമ്മവും ഇപ്രകാരം താത്വികമായി ആരറിയുന്നുവോ ആ ജ്ഞാനി ദേഹം വെടിഞ്ഞ ശേഷം പുനർജനിക്കുന്നില്ല. നമ്മൾ പറയില്ലേ, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് അർജുനൻ ജന്മം എടുത്തതെന്ന് പറയൂലേ. അപ്പൊ അർജുനന് ഭഗവാൻ ഈ ഗീത ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അർജുനൻ ഈ തത്വങ്ങളും ഈ തത്വബോധവും വരും ഇല്ലേ. അപ്പൊ പിന്നെ അർജുനൻ ഇങ്ങനെ ബോധം, എന്നെ പറ്റിയിട്ടുള്ള ഈ ജ്ഞാനം, ഞാൻ യുഗം തോറും എന്താ പറയാ ജന്മം എടുക്കുന്നു എന്നുള്ള ബോധം ആർക്കൊക്കെ താത്വികമായി ആരെല്ലാം അറിയുന്നുവോ ആ ജ്ഞാനി ദേഹം വെടിയുമ്പോൾ പിന്നീട് അവന് പുനർജന്മം ഉണ്ടാകുന്നില്ല അർജുന, അവൻ എന്നെ തന്നെ പ്രാപിക്കും. നാം ഓരോരുത്തരും ഇപ്പോ ഭഗവാൻ നാമങ്ങളും ഭഗവത് കഥകളും ശ്രവണം മനനം നമ്മൾ പറയും നവവിധ ഭക്തി എന്ന് പലതവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം പോയെങ്കിലും നിങ്ങൾ ആചരിച്ചാൽ മതി. 9 ഭക്തിയും നമുക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ പുണ്യം ജന്മം എന്ന് പറയാം. നമുക്ക് ശ്രവണം, കീർത്തനം, നമ്മൾ പറയില്ല പാദസേവ്യം, അർച്ചനം, നമ്മളിതെല്ലാം ഭഗവാനെ പ്രാപിക്കാൻ ഭഗവാനോട് എടുക്കാനുള്ള മാർഗങ്ങളാണ്, നവവിധ ഭക്തിയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, ആരെല്ലാം ജന്മത്തിൽ ഈ കർമ്മ ചെയ്യുന്നതോടൊപ്പം എന്റെ ഈ താത്വികമായ എന്റെ ഈ ജന്മകർമ്മം ആർക്കൊക്കെ അറിയാം, ആ ജ്ഞാനി പിന്നീട് പുനർജനിക്കുന്നില്ല. അവൻ എന്ത് ചെയ്യും? എന്നെ തന്നെ ശരണം പ്രാപിക്കും. അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ്? ഈ മരണസമയത്ത്, മരിക്കുന്ന സമയത്ത് മാത്രം എന്താണോ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഓർമ്മ, പിന്നീട് മരിച്ചുപോയ ആ ആത്മാവ് ആ ഓർമ്മയിലുള്ള ആളായിട്ട് താരതമ്യം പ്രാപിക്കുന്ന പറയാം. അതുകൊണ്ടാണ് നമ്മൾ പറയാ, ഭഗവത് ഭക്തി ചെറുപ്പത്തിലേ വളർത്തിക്കൊണ്ടുവന്നാല് നമുക്ക് നമ്മുടെ ജീവൻ വെടിയുന്ന അന്ത്യകാലത്ത് നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാകും.
അല്ലാത്തവർക്ക് ഭഗവത് സ്മരണ വരികയില്ല. കാരണം എന്താ, അവർക്കത് ശീലമില്ല. അപ്പൊ ശീലം ഇല്ലാണ്ടാകുമ്പോ അവരെന്താ ചിലപ്പോൾ ഉണ്ടാവുക, അവരുടെ തൊട്ടടുത്ത കൂട്ടുകാരനെയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള അമ്മ, അച്ഛൻ, ഭാര്യ, മക്കൾ, അവരെ ആരെങ്കിലും ഓർക്ക്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ശത്രുക്കളെ ചിലപ്പോൾ ഓർക്കുക. അപ്പൊ എന്താവും, അതിനോട് താതാത്മ്യം ആത്മാവ് പ്രാപിക്കുന്ന പറയാ. അപ്പൊ ഇതിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരികയാണ്, ഭഗവാന്റെ കഥകൾ കേൾക്കുക, പറയുക, പ്രചരിപ്പിക്കുക, ഗീത പഠിക്കുക, അതുപോലെ ഭഗവത്ഗീത പ്രചാരം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അപ്പൊ നമുക്ക് മനസ്സിലായി ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നു, എവിടെ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നു, അധർമ്മം വിളയാടുന്നു, അവിടെയെല്ലാം ഭഗവാൻ ഓരോരോ അവതാരം എടുക്കും എന്നുള്ള ചിന്ത ഏത് ജ്ഞാനിയിൽ ഏതാളിൽ ഉറച്ചിരിക്കുന്നുവോ അയാൾക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ 9ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു വാണിംഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇനിയും ഭഗവത് ഭക്തി നിങ്ങളിൽ ഉറച്ചിട്ടില്ല എങ്കിൽ, യുക്തിവാദികളാണ് നിങ്ങളെങ്കിൽ, ഭക്തി പുരസരം ഭഗവാനെ ഒന്ന് സ്മരിച്ച് അന്ത്യകാലത്ത് നമുക്ക് നമ്മുടെ ദേഹിയോട്, അതായത് ദേഹത്തിൽ നിന്ന് ദേഹി വേർപ്പെടുമ്പോ ഭഗവത് സ്മരണയോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാവില്ല, ഭഗവാനോട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാമെന്ന് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ 9ാം ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തു. 10ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, കൃഷ്ണ ഉവാച പറഞ്ഞു, എന്താണ്, വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാകതാ. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്, രാഗം, ഭയം, ക്രോധം, അതാണ് വീതരാഗ ഭയ ക്രോധം എന്ന് പറയുന്നത്. ഇവയെ പൂർണ്ണമായും നമ്മൾ അകറ്റണം. നമുക്ക് ആ ഒരു ചിന്തകള് നമ്മുടെ അന്ത്യകാലമാകുമ്പോഴേക്കും നമ്മൾ ഒന്നിനോടും ആസക്തി ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. എല്ലാത്തിനോടും നമ്മൾ എന്താണ്, ഭഗവാനോട് മാത്രം ആസക്തി പാടും. വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാശ്രിത, ഇവയെ പൂർണ്ണമായി അകറ്റിയിട്ട് എന്നിൽ തന്നെ ആശ്രയിക്കൂ. അങ്ങനെയുള്ളവരെ ബഹവോ ജ്ഞാന തപസ പൂതാ മദ്ഭാവ മാഗത, അനേക ജനങ്ങൾ ജ്ഞാന തപസ് കൊണ്ട് അന്ധകരണ ശുദ്ധി വന്ന് എന്നെ തന്നെ പ്രാപിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജന്മത്തിൽ മുഴുവനും ത്രേതായുഗം, സത്യയുഗം, പിന്നെന്താ ത്രേതായുഗം, ദ്വാപരയുഗത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, ഈ കഴിഞ്ഞു വന്ന 3 യുഗങ്ങളിലും എല്ലാവരും ഈ രാഗം, അതായത് സ്നേഹം, കാമം, ഭയം, ക്രോധം ഇവയൊക്കെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അകറ്റ. എല്ലാവർക്കും അങ്ങനെ അകലിയ ഈ പ്രത്യേകിച്ച് കലികാലത്തിൽ അല്ലേ. പക്ഷെ നാമജപ സ്മരണയോടുകൂടി നമുക്കത് സാധിക്കും. ഭഗവാൻ പറയാണ്, ആ നിത്യാഭ്യാസത്തിലൂടെ നമുക്കത് സാധിക്കും എന്ന് പറയാം. അപ്പൊ അങ്ങനെ വയസ്സാവും തോറും നമ്മുടെ ഈ രാഗത്തിനോടും ഭയത്തിനോടും ക്രോധത്തിനോടും ഒക്കെയുള്ള പൂർണ്ണമായി അകന്നിട്ട് എന്ത് ചെയ്യും, ഭഗവാനെ തന്നെ ആശ്രയിക്കുക. പൂർണ്ണമായി കുറേയധികം ജനങ്ങൾക്ക് അത് സാധിച്ചിട്ടുണ്ട് അർജുന, അതുപോലെ നിനക്കും സാധിക്കും. അനേകം ജനങ്ങൾ ജ്ഞാന തപസ് കൊണ്ട് അന്ധകരണ ശുദ്ധി വന്നു, മനസ്സ് ശുദ്ധമായി. പിന്നീട് അവിടെ വേറൊരു ചിന്തകളില്ല, ഭഗവാൻ സ്മരണ മാത്രം. അങ്ങനെ അവരെല്ലാവരും എന്നെ പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്, ഈ 3 യുഗങ്ങളിലും ഉണ്ടായിരുന്നു അർജുന എന്ന് 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, യഥാമാം പ്രപദ്യന്തേ താസ്തൈഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. എന്താ പറഞ്ഞത്, ആരൊക്കെ എപ്രകാരം എന്നെ ഭജിക്കുന്നുവോ. നമ്മൾ പറയില്ലേ, ചിലവർക്ക് രീതി ഉണ്ടാവില്ല, ചിലവർ ചൊല്ലുന്നത് കേൾക്കാൻ രസം ഉണ്ടാവില്ല, ചിലവർക്ക് അക്ഷരസ്ഫുടത ഉണ്ടാവില്ല. എങ്ങനെ ആയാലും ഭഗവത് സ്മരണ, ഭഗവാനോട് നമ്മൾ ചൊല്ലുമ്പോ പറയും ചിലപ്പോ തെറ്റുവോ എന്നുള്ള പേടി ഉണ്ടാവും. പക്ഷെ ഭക്തി കൊണ്ട് ഭഗവാൻ അതെല്ലാം മറക്കും പൊറുക്കും എന്നാണ് പറയാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആരൊക്കെ എപ്രകാരം എന്നെ ഭജിക്കുന്നുവോ, യഥാമാം പ്രപദ്യന്തേ താസ്ത ദൈവ ഭജാമ്യഹം, അവരെ ഞാൻ അപ്രകാരം തന്നെ അനുഗ്രഹിക്കും. അതാണ് ഭഗവാനെ, ഈ ഉണ്ണിക്കണ്ണനെ നമ്മൾക്ക് ആരൊക്കെ നമ്മുടെ സഖാവായിട്ടോ, നമ്മുടെ കാമുകനായിട്ടോ, നമ്മുടെ ഭർത്താവായിട്ടോ, നമ്മുടെ മകനായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആത്മമിത്രമായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിക്കണ്ണനായിട്ടോ, ഒരു കൊച്ചു കള്ള കൃഷ്ണനായിട്ടോ, എങ്ങനെ നമ്മൾ നമ്മുടെ ഭക്തി ഭഗവാനെ ഏത് രൂപത്തിൽ നമ്മൾ കാണുന്നു അപ്രകാരം തന്നെ ഞാൻ അവരെ അനുഗ്രഹിക്കും എന്നാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തില് 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അല്ലയോ പാർത്ഥ, മമ വർത്തമാനുവർത്തന്തേ
മനുഷ്യ പാർത്ഥ സർവശാഹ, അല്ലയോ പാർത്ഥ, മനുഷ്യൻ എല്ലാ വിധത്തിലും എന്റെ മാർഗത്തെ അനുസരിക്കുന്നു. ഭഗവാൻ ഏത് തരത്തിലാ പോണെച്ചാ ആ മാർഗത്തിൽ നമ്മൾ പിന്തുടരുക. അതാണ് 11ാമത്തെ ശ്ലോകം. അപ്പൊ 12ാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഇവിടെ ഈ അക്ഷയ തൃതീയയുടെ കാര്യങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, കാംസന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. എന്താ ഭഗവാൻ 12ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറയുന്നത്? കാംസന്ത കർമ്മണാം സിദ്ധിം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കർമ്മങ്ങളുടെ ഫലസിദ്ധിയെ ആഗ്രഹിക്കുന്നവർ, യജന്ത ഇഹ ദേവത, ദേവതകളെ ആരാധിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാവരുത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് ഈ ക്ലാസ് ഈ എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, എന്താണ്, ഭഗവാൻ കൂടെ ഉണ്ടായാൽ മതി. ഏത് കർമ്മത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്, അത് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ മനുഷ്യര്. എന്താണ്, എന്തെങ്കിലും ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ഇച്ഛിക്കൂ. അതാണ് പറയുന്നത് കാംസന്ത കർമ്മണാം സിദ്ധി. ഈ ലോകത്തിൽ കർമ്മങ്ങളുടെ ഫലസിദ്ധിയെ ആഗ്രഹിക്കുന്നവർ ദേവതകളെ, പല രൂപത്തിലുള്ള ദേവതകളെ നമുക്ക് ആരാധിക്കാം അല്ലേ? ആരാധിക്കുന്നു. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മച. എന്തെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗമുണ്ടാകും. അത് നമ്മുടെ കലിയുഗത്തില് മനുഷ്യർ, അതൊക്കെ ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നു മനുഷ്യർ. ഇപ്പൊ ദ്വാപര യുഗത്തിലുള്ള അർജുനനോട് പറയാണ്, നിങ്ങൾ ഈ മനുഷ്യന്മാരുടെ ഇടയില് ഇങ്ങനെയുള്ള ദേവതകളെ ആരാധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആരോധിക്കുന്നത്? ഈ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയാ നല്ല കർമ്മം ചെയ്യണം എന്ന് പറയാം. നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്നാണ് പറയാ. ഒരു ദാനധർമ്മമായിക്കോട്ടെ, മറ്റുള്ളവരെ സഹായിക്കായിക്കോട്ടെ, ഒരു പുഞ്ചിരി കൊണ്ട് സഹായിക്കായിക്കോട്ടെ, വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് സഹായിക്കായിക്കോട്ടെ, ദേഹം കൊണ്ട് സഹായിക്കാവട്ടെ, ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് നല്ല പ്രവൃത്തി ധർമ്മം ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കാം. പക്ഷെ ഫലം ഇച്ഛിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, കാംസന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവത ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ഈ ലോകത്തിൽ കർമ്മങ്ങളുടെ ഫലസിദ്ധിയെ ആഗ്രഹിക്കുന്നവർ ദേവതകളെ ആരാധിക്കും, വേഗം ഫലം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തെന്നാൽ മനുഷ്യലോകത്തിൽ ഈ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗം ഉണ്ടാകും. ഇപ്പൊ കലിയുഗത്തില് നമ്മളൊക്കെ പറയും, പണ്ടത്തെ ഓരോ യുഗത്തിലും പിന്നെയാണ് ഭഗവാൻ കൊടുക്കുക, ഇപ്പൊക്കെ അപ്പപ്പ തന്നെ കിട്ടുന്നുണ്ട് എന്ന് പറയും. കലിയുഗത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ പലതവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. കലി സന്ധാരണ മന്ത്രമായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് മാത്രം ചൊല്ലിയാൽ തന്നെ ഭഗവത് സ്മൃതികൾ, ഭഗവാൻ അനുഗ്രഹങ്ങൾ, നമ്മൾക്ക് നല്ല ചിന്തകൾ, നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള മനസ്സിന് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ 12ാമത്തെ ശ്ലോകത്തോടുകൂടി ഈ ഇന്നത്തെ എപ്പിസോഡ് നിർത്താം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞത്? ഇതൊക്കെ കേട്ട് അർജുനന് ബോധം വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ്. അപ്പോ ഈ അക്ഷയ തൃതീയ ബലരാമ ജയന്തിയും കൂടിയാണ്. അപ്പൊ ഞാന് ഈ വൈശാഖ മാസം പുണ്യത്തിലെ ഇന്നത്തെ അക്ഷയ തൃതീയയുടെ ദിവസം നമുക്ക് ഇന്നലെ നമ്മുടെ അക്ഷയ തൃതീയയിൽ തന്നെയാണ് പരശുരാമ ജയന്തിയും ബലരാമ ജയന്തിയും ഉള്ളത്. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അക്ഷയ തൃതീയ തുടങ്ങി. നിങ്ങൾ കലണ്ടറിൽ നോക്കിക്കോളൂ. ഇന്നത്തെ ദിവസം കുറച്ച് മണിക്കൂറുകളെ അക്ഷയ തൃതീയുള്ളൂ. അപ്പോ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ശുക്ലപക്ഷത്തിലെ തൃതീയ, മേടമാസത്തിലെ വരുന്നതാണ്. ആ വൈശാഖ മാസം ആരംഭത്തിൽ ഈ വൈശാഖത്തില് കുറേയധികം നല്ല ആൾക്കാരുടെ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ 3 അവതാരങ്ങൾ, ബലരാമ, പരശുരാമൻ, പിന്നെ നരസിംഹ ജയന്തി എല്ലാം ഈ വൈശാഖത്തിലാണ് നടന്നിരിക്കുന്നത്. അപ്പോ ഭാഗവതം 10ാം സ്കന്ധത്തിലെ 2ാം അധ്യായത്തിലെ 8ാം ശ്ലോകത്തില് എങ്ങനെയാണ് ബലരാമ ജയന്തി. ഇന്നത്തെ ദിവസം നമുക്ക് ബലരാമന്റെ ആ അവതാര കഥയും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പൊ 10ാം സ്കന്ധത്തിലെ 2ാം അധ്യായത്തിൽ 8ാം ശ്ലോകത്തിൽ ദേവഖ്യാം ജതരേ ശേഷാഖ്യാം ധാമ മാമകം തത് സന്നികൃഷ്യാരോഹിണി ഉദരേ സന്നിവേശയ. എന്താ ഉണ്ടായത്? വൈശാഖ മാസം അല്ലെ, ദേവകിയുടെ ജഡരത്തിൽ നിന്ന്, അതായത് ദേവകിയുടെ 7ാമത്തെ പുത്രൻ കംസനെ, 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്ന് പറഞ്ഞപ്പോ ആ പേടി കൊണ്ട് കംസൻ എന്ത് ചെയ്തു? ദേവകിയെയും വസുദേവരെയും
ജയിലില് കാരാഗൃഹത്തിൽ അടച്ചൂല്ലേ? ആ സമയത്ത് ദേവകിയുടെ 7ാമത്തെ പുത്രനായ ആ ഗർഭത്തിലുള്ള ആ ശിശുവിനെ യോഗമായ ദേവിയോട് ഭഗവാൻ മഹാവിഷ്ണു പറയുന്നതാണ്, ദേവകിയുടെ ജഠരത്തിൽ വസിക്കുന്ന ശേഷന്റെ ആദിശേഷന്റെ അവതാരമാണ് ബലരാമൻ. ആ ശേഷാവതാരത്തിനെ എന്ത് ചെയ്യണം? വസുദേവരുടെ വേറൊരു പത്നിയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റാൻ യോഗമായ ദേവിയോട് ഭഗവാൻ പറയുന്നു. അതാണ് ഇന്നത്തെ ദിവസം നമുക്കിത് പറയാൻ പറ്റിയത്. അപ്പോ അങ്ങനെ യോഗമായ ദേവി ആ ദേവകിയുടെ ഉദരത്തിലുള്ള ആ ശിശുവിനെ മാറ്റി രോഹിണിയുടെ ഉദരത്തിലേക്കും രോഹിണിയുടെ ഉദരത്തിൽ നിന്നുള്ള കുട്ടിയെ എവിടെ കൊണ്ടുവന്നു? യോഗമായ ശക്തിയിൽ ദേവകിയുടെ ഉദരത്തിലേക്ക് കൊണ്ടുവന്നു. കംസൻ വന്നു, 7ാമത്തെ കുട്ടി നോക്കുമ്പോ പെണ്ണാണ്. അതെന്താപ്പത്? അപ്പൊ ദേവകി കൈകൊണ്ട് കാലും പിടിച്ചു പറയും, ദേവകി പെണ്ണ, ഇതൊരു പെൺകുട്ടിയല്ലേ, എന്തിനാണ് ഈ പെൺകുട്ടിയെ കൊല്ലുന്നത്? അങ്ങയുടെ ഘാതകൻ ആൺകുട്ടിയല്ലേ. പക്ഷെ അതൊന്നും പറഞ്ഞാൽ കംസന് പേടിയല്ലേ. അപ്പൊ 7ാമത്തെ കുട്ടിയെ എടുത്ത് കല്ലിലടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ആ ദേവി, അത് യോഗമായ ദേവിയായിരുന്നു, ദേവി അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ഒരു അശരീരി ഉയരും, നിനക്കുള്ള അന്തകൻ ജനിക്കും, യാതൊരു സംശയവുമില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഭാഗവതത്തില്. അപ്പൊ അക്ഷയ തൃതീയ ബലരാമ ജയന്തിയാണ്. ആദിശേഷന്റെ പുനരവതാരമാണ് ബലരാമനും ശ്രീകൃഷ്ണനും ദ്വാപര യുഗത്തില് എന്തിനും ഭഗവാന്റെ കൂടെ സഹായത്തിന് ബലരാമൻ നിന്നിരുന്നു. അപ്പൊ ഇന്ന് ഈ എന്താ പറയാ, ഗീത പറയുമ്പോ ഈ കൗരവ പാണ്ഡവ യുദ്ധ സമയത്ത് ദുര്യോധനന്റെ ഗുരുവും കൂടിയായിരുന്നു ബലരാമൻ. അപ്പൊ ബലരാമൻ പറഞ്ഞു, ഞാൻ 2 പക്ഷത്തും നിൽക്കില്ല. എന്താ കാരണം? ദുര്യോധനൻ പ്രിയ ശിഷ്യനാണ്. പിന്നെ നന്മയുടെ ഭാഗത്തേക്ക് നിൽക്കണമെങ്കിൽ പാണ്ഡവരുടെ കൂടെ നിൽക്കണം. അത് അവർക്ക് വിഷമവും. പാണ്ഡവരുടെ കൂടെ ആരുണ്ട്? യോഗാദിദേവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, പരമപുണ്യ പുരുഷോത്തമനായ പൂർണ്ണാവതാരനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളപ്പോ ഞാൻ എന്തിനാ? ബലരാമൻ എന്ത് ചെയ്തു? കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? തീർത്ഥ സ്നാനത്തിന് പോയി ഇത്രേ. അപ്പൊ പിന്നെ 2 കൂട്ടരുടെ കൂടെ നിന്നു എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇന്ന് അക്ഷയ തൃതീയക്ക് നിങ്ങൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് ദാനധർമാദികൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളെ ഈ ജ്വല്ലറികളിലെ പരസ്യങ്ങളിലെ പോലെ ഓടിപ്പോയി എന്തെങ്കിലും സ്വർണം വാങ്ങി വീടുകളിൽ വെക്കരുത്. ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അക്ഷയ തൃതീയൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു 10-12 കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ 12 കൊല്ലത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അത് ദൈവാനുഗ്രഹം എന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദാനം ചെയ്യാം. അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ ദാനം ചെയ്യാം. വസ്ത്രം ദാനം ചെയ്യാം, ആഹാരം ദാനം ചെയ്യാം, പാല് ദാനം ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും വരുന്നവർക്ക് നമ്മുടെ അന്നത്തെ ദിവസം ഇപ്പൊ ഏതെങ്കിലും ഭിക്ഷക്കാരോ ആചരണരോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നാളികേരം, ഒരു കുങ്കുമം, ഒരു കൺമഷി, 101 രൂപ, അല്ലെങ്കിൽ 11 രൂപ. 101 രൂപയൊന്നും വെക്കണമെന്നില്ല. 10 രൂപയും 1 രൂപയും 11 രൂപ വെച്ചിട്ട് പറ്റിയാൽ ഒരു നാഴിക അരിയും വെച്ചിട്ട് അവർക്ക് ദാനം ചെയ്താല്, വെറ്റിലെ അടക്കയുണ്ടെങ്കിൽ വളരെ വിശേഷം. ഇതൊന്നും ഇല്ലെങ്കിലും ദാനം ചെയ്യാൻ നോക്കുക. ആ ദാനത്തിന്റെ പുണ്യം നിങ്ങളില് ജന്മജന്മാന്തരങ്ങളായി കിടക്കുത്രേ. അക്ഷയ തൃതീയക്ക് ദാനത്തിനല്ല ആൾക്കാർക്ക് ഓടിപ്പോയി സ്വർണം വാങ്ങണം. എങ്ങനെയെങ്കിലും 1 ഗ്രാമെങ്കിലും വാങ്ങണം, മോതിരമായിട്ടും കമ്മലായിട്ട്. അത് സ്വർണ്ണ കടക്കാരുടെ പരസ്യമായിരുന്നു. ആ പരസ്യ കുതന്ത്രങ്ങളില് ഈ മലയാളി വിഡ്ഢികളായ എല്ലാ ജനങ്ങളും പെടുകയാണ്. അപ്പോ നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ വീണ്ടും വീണ്ടും പറയുന്നത് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് ദാനധർമാദികൾ നമുക്ക് പറ്റുന്ന തരത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അക്ഷയ എന്ന് പറഞ്ഞാൽ തന്നെ എന്താർത്ഥം? നമ്മൾ അന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല. അതാണ് തൃതീയ. ശുക്ലപക്ഷത്തിലെ തൃതീയയിൽ വരുന്ന അക്ഷയ. അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്. അപ്പൊ നമ്മൾ എന്ത് ദാനം ചെയ്തോ അത് ക്ഷയിക്കില്ല. അന്നത്തെ ദിവസം നമ്മൾ ചെയ്യണം, അതാണ് അർത്ഥം. അപ്പൊ ഇന്നത്തോടു കൂടി ഈ അക്ഷയ തൃതീയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ പുണ്യം അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും അക്ഷയ തൃതീയക്ക് എന്തെങ്കിലും ഒരു വസ്തു ദാനം ചെയ്യാൻ ശ്രമിക്കണം. ഭഗവത് നാമങ്ങൾ ചൊല്ലണം, വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, ഗീത വായിക്കണം. വൈശാഖമാസം ഈ 1 മാസം മുഴുവൻ നിങ്ങൾക്ക് ഭാഗവതം വായിക്കാം, നാരായണീയം വായിക്കാം. എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഒന്നുമില്ലെങ്കിലും ഭഗവാന്റെ 12 മന്ത്രോ 8 മന്ത്രോ കലിസന്ധാരണ മന്ത്രോ നിങ്ങൾ ചൊല്ലുക.
എല്ലാവർക്കും ശുഭദിനം.